കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞ് 3 പേർ മരിച്ചതിൽ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് രാവിലെയും അന്തിമ റിപ്പോർട്ട് വൈകിട്ടും വനം മന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തി IFS പറഞ്ഞു. ആനയും ജനങ്ങളും തമ്മിൽ മതിയായ അകലം പാലിച്ചിരുന്നു എന്നാണ് പ്രാഥമിക വിവരമെന്നും ഓഫീസർ പറഞ്ഞു. അപ്പോൾ നമ്മളിത് നോക്കിയിട്ടുണ്ട്, ഒരു പ്രിലിമിനറി ആയിട്ടുള്ള സർവേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. ക്യാപ്റ്റീവ് എലിഫന്റ് മാനേജ്മെന്റ് റൂൾസും കൂടി വെച്ച് അതിനകത്ത് ഈ നിയമം എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി വെച്ച് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും. നമ്മളിപ്പോൾ പ്രിലിമിനറി സർവേയിലും സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴും ആ അകലം പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റാഫ് പറയുന്നത്. മൊഴികളൊക്കെ എടുക്കുന്നുണ്ട്, ആൾക്കാരുടെ മൊഴികളൊക്കെ എടുത്തു. എല്ലാവരുടെയും മൊഴികൾ എടുത്തിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് ഫൈനൽ റിപ്പോർട്ട് വൈകുന്നേരം. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അവിടെ പ്രധാനമായും പരിശോധിക്കുന്നത് നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ്. എന്നാൽ പ്രാഥമികമായി അവർ തന്നിട്ടുള്ള നിഗമനം വെടിക്കെട്ടിൻ്റെ ശബ്ദത്തിൽ ആനകൾ വരണ്ടു എന്നാണ്. പിന്നെ 2 ആനകൾ തമ്മിലാണ് ഉണ്ടായത്. സ്വാഭാവികമായും ആളുകൾ വരണ്ടോടി. അങ്ങനെയുള്ള ഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള പരിക്കും മരണവുമാണ് ഇതെന്നാണ്. അത് കർശനമായി തന്നെ പരിശോധിക്കും. എന്തായാലും കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ പിഴവുകൾ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ തികച്ചും നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സംഭവം നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ ഇടവന്നതും പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളും അനുസരിച്ച് ആന കുത്തിയല്ല ഈ 3 പേരുടെ ജീവൻ പോകാൻ ഇടവന്നിട്ടുള്ള, മറിച്ച് കെട്ടിടം ഇടിഞ്ഞു വീണതാണ്. ആന തമ്മിൽ കൊമ്പ് ഓർക്കുമ്പോൾ കെട്ടിടത്തിന് ആഘാതം ഉണ്ടായി ആ കെട്ടിടം ഇടിഞ്ഞു വീണാണ് 3 പേര് മരിക്കാൻ ഇടവന്നെന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഏതായിരുന്നാലും അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി അതിൻ്റെ ഉള്ളടക്കങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ നമ്മൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ ആലോചിക്കാൻ ഇപ്പോൾ ഒരു യോഗം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. യോഗം അടുത്ത ദിവസം തന്നെ ചേരും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 31 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ ഉള്ളത്. ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ ഗുരുവായൂർ ഗോകുൽ എന്ന ആനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സെയ്ദ് MV ചേരുന്നു. അനൽക, വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആനകളെ കൃത്യസമയത്ത് തളച്ചതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി എന്ന് പറയാം. എങ്കിൽ പോലും 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, നിരവധി പേർ ആശുപത്രിയിലാകുന്നു. എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചത് എന്നാണ് നമുക്ക് ആ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ പറയുന്ന കൃത്യമായ ചട്ടം പാലിച്ച് തന്നെയായിരുന്നോ, നാട്ടാന പരിപാലന ചട്ടമടക്കം കൃത്യമായി പാലിച്ചായിരുന്നോ ആനകളെ എഴുന്നള്ളിപ്പിച്ചത്? ആളുകളും ആനകളും തമ്മിലുള്ള അകലം അത് കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നോ? ഇതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴും ആ ദൃശ്യങ്ങളിൽ നിന്നും പിടികിട്ടുന്നത് എന്തൊക്കെയാണ് അൽക്ക? ലക്ഷ്മി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായത്. അപകടമുണ്ടായ ഉടനെ തന്നെ ഈ ആനയെ തളച്ചു. തുടർന്ന് പരിക്കേറ്റവർ, അതായത് ഈ ആന വിരണ്ടോടിയ സമയത്ത് ഈ സമീപത്തുള്ള കെട്ടിടം ദേഹത്തേക്ക് പതിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ ദേഹത്തേക്ക് പതിച്ച് പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും 3 പേർ, 2 സ്ത്രീകളടക്കം 3 പേർ മരണപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ, അതായത് ഈ സംഭവസ്ഥലം സന്ദർശിച്ച സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തി ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതായത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് അല്പനേരങ്ങൾക്കുള്ളിൽ മന്ത്രിക്ക് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് ഈ അല്പനേരങ്ങൾക്കുള്ളിൽ ഇത് സംബന്ധിച്ച ഈ പരിക്കേറ്റർ ഉൾപ്പെടെ സന്ദർശിച്ചുകൊണ്ട് അന്തിമ റിപ്പോർട്ട് വൈകുന്നേരത്തോടു കൂടി മന്ത്രിക്ക് സമർപ്പിക്കുമെന്നാണ് ഈ
സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ആനകളെ എഴുന്നള്ളിക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നു. കൂടാതെ ആനയും ജനങ്ങളും തമ്മിലുള്ള മതിയായ അകലം പാലിച്ചിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നാട്ടാന പരിപാലന നിയമം പാലിച്ചെന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അഥവാ ഇനി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായാൽ കർശനമായ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നാണ് ഈ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തി അയ്യപ്പസ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും നിലവിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി നേരിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ആന വെടിക്കെട്ടിൻ്റെ അല്ലെങ്കിൽ ഈ പടക്കം പൊട്ടിച്ച സമയത്ത് ആന വിരണ്ടു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു കാര്യത്തിൽ നിന്നും വ്യക്തത വരേണ്ടത്. എങ്ങനെയാണ് ഏത് രീതിയിലാണ് ആന എങ്ങനെയാണ് പ്രകോപിതനായത്, അല്ലെങ്കിൽ ആന ഇത്തരത്തിൽ അക്രമാസക്തനാകാൻ കാരണം എന്താണെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഈ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അനിൽ കാസേദ് MP ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.